നമസ്കാരം, ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രേമവിവാഹം. അതായത് ഒരു പ്രേമം ഉടലെടുക്കുന്നു. അതെങ്ങനെയാണ്? ആ ഒരു ഗ്രഹനിലയാണ് അതിന്റെ. അതായത് ആ ഗ്രഹനില ഭയങ്കര ബ്യൂട്ടിയാണ് നോക്കുമ്പോൾ. ആ ഗ്രഹനില അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുഭവ ജ്യോതിടമാണ്. ജ്യോതിടം തമിഴിൽ പറയുന്ന വാക്കാണ് ജ്യോതിടം, അനുഭവ ജ്യോതിടം. അപ്പൊ മലയാളത്തിലെ അനുഭവ ജ്യോതിഷം. അതിന്റെ ഒരു പ്രത്യേകത, രണ്ട് ഗ്രഹത്തിന്റെ വിളയാട്ടം എന്ന് പറയാം. അവരുടെ ഒരു കോമ്പിനേഷൻ, അവരുടെ ദൃഷ്ടിയുമാണ് ഈ ലവ് മാരേജ് കൂടുതൽ നടക്കാനുള്ള സാധ്യത. അത് ഏതാണെന്ന് നോക്കാം. അതായത് ലക്ഷറി ഗ്രഹമായ വീനസ്, അതായത് ശുക്രൻ, ചൂട് ഗ്രഹമായ യുദ്ധഗ്രഹമായ ചൊവ്വ, മാർസ്. ഇവർ രണ്ടുപേരുള്ള ദൃഷ്ടി, പരസ്പര ദൃഷ്ടി അല്ലെങ്കിൽ പരിവർത്തനം. ദൃഷ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മേടത്തിലാണ് ചൊവ്വ സ്ഥിതി, ലഗ്നവും രാശിയും അതാണെങ്കിൽ ആപ്പോസിറ്റ് സ്വക്ഷേത്രനായി ശുക്രൻ നിൽക്കും. ഇവർ തമ്മിലുള്ള പരസ്പര ദൃഷ്ടിയാകുമ്പോൾ ഇരുമ്പും കാന്തവും എന്ന് പറയാം, മാഗ്നറ്റിക് പവർ. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇങ്ങനെ ഒരു ഗ്രഹ സ്ഥിതി ഉണ്ടെങ്കിൽ 100% പ്രേമവിവാഹമാണ്. കുറച്ചുകൂടെ സപ്പോർട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്നത് അംശകത്തിൽ ഇവർ രണ്ടുപേരും കോമ്പിനേഷനോ ദൃഷ്ടിയോ വരിക, അത് സപ്പോർട്ടീവാണ്. ഇത് നക്ഷത്രം പറയുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ശുക്രന്റെയും ചൊവ്വയുടെയും നക്ഷത്രമായ രജുദോഷമുള്ള നക്ഷത്രങ്ങളാണ്, ഓർമ്മിച്ചോളണം. പൂരാടം, ഭരണി, പൂരം, അവിട്ടം, മകയിരം, ചിത്തിര നക്ഷത്രം കൂടെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റ് ആണ്. ഒളിച്ചോട്ടമൊക്കെ സംഭവിക്കും. ഇപ്പൊ നടത്തി കൊടുത്തില്ലെങ്കിൽ ഒളിച്ചോട്ടം വരും, അല്ലെങ്കിൽ അവർ ഒറ്റക്കാലിൽ നിന്ന് നടത്തിക്കും. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. അപ്പൊ പ്രേമവിവാഹത്തിന്റെ ഒരു ഇതാണ്. അപ്പൊ പരിവർത്തനം എന്ന് പറയുന്നത് കുജന്റെ വീട്ടിൽ ശുക്രൻ നിൽക്കുക, ശുക്രന്റെ വീട്ടിൽ കുജൻ നിൽക്കുക. ഇതും പ്രേമവിവാഹത്തിന്റെ യോഗം. നമ്മൾ എന്ത് യോഗം എന്നേ പറയുള്ളൂ. ഇപ്പം ദോഷം ഇതാണെങ്കിലും ജ്യോതിഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഗജകേശ്വരി യോഗം, മാളവ്യ യോഗം, ഭദ്രയോഗം, ശകടയോഗം. അതായത് ഗജകേശ്വരി യോഗമൊക്കെ സൂപ്പറാണ്, മാളവ്യ യോഗം സൂപ്പറാണ്, ഹംസയോഗം സൂപ്പറാണ്, ശകട ആപ്പോസിറ്റ് ആണ്. ശകടയോഗം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഗ്രഹനില, യോഗം എന്നേ പറയുള്ളൂ അതിന്. അതുപോലെയാണ് പരിവർത്തന യോഗം. കുജന്റെ വീട്ടിൽ ശുക്രൻ നിൽക്കുക, ശുക്രന്റെ വീട്ടിൽ കുജൻ നിൽക്കുക. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും പ്രേമവിവാഹം പറയണം. അതുപോലെ ചിലവര് വളരെ ഏജ് വ്യത്യാസത്തിൽ പ്രേമിക്കും. ആൺപെണ്ണിന്റെ രണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയാണ് പറയുന്നത്. ചിലർ കേട്ടിട്ടില്ലേ, ആ ചെറുക്കന് 30 വയസ്സേ ആയുള്ളൂ, അവൻ പ്രേമിച്ചത് 38 വയസ്സ് പെണ്ണിനെയാണ്, പോകാൻ കഴിച്ചില്ലേ. അതിന് സപ്പോർട്ട് വരുന്നത് കുജനും ശുക്രനും ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ശനിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. പ്രായമായ സ്ത്രീയെ പോകാൻ കഴിക്കുന്ന പുരുഷൻ, അല്ലെങ്കിൽ പ്രായമായ പുരുഷനെ പോകാൻ കഴിക്കുന്ന സ്ത്രീ, അത് ഈ ഒരു കോമ്പിനേഷനാണ്. ഈ 3 ഗ്രഹ കോമ്പിനേഷൻ, അത് സാറ്റൻ, വീനസ്, മാർസ്, കുജ, ശനി, ശുക്രൻ കോമ്പിനേഷൻ, പരസ്പര ദൃഷ്ടി. പിന്നെ മനോഹരൻ ചന്ദ്രനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് വെളുത്ത പക്ഷമാണെങ്കിൽ അവരുടെ ജീവിതം ശോഭനമായിരിക്കും. അതാണ് ഈ പ്രേമവിവാഹത്തിന്റെ ഒരു ഇത്. അപ്പം ഇങ്ങനെ ഒരു ഗ്രഹ ഇത് ഉണ്ടെങ്കിൽ ചിലർ ചോദിക്കും, പരിഹാരം ഇല്ലേ മാറ്റിവിടാൻ? ഒരു രക്ഷയില്ല, ഒരു പരിഹാരവും ഇല്ല. ആട്ടിവിപ്പാൻ നാം ആടിത്താൻ തീർക്ക വേണ്ടുമെന്ന് തമിഴിലൊരു വാക്കുണ്ട്. അത് നമ്മളെല്ലാം 9, അതായത് ബൊമ്മലാട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് 9 നൂല് മുകളിൽ നിന്ന് താഴെട്ടിട്ടുണ്ട്. അവർ ചലിക്കുന്ന പോലെ നമുക്ക് ചലിക്കാൻ പറ്റുള്ളൂ. അവർ ചലിപ്പിക്കും. ബൊമ്മലാട്ടം. ആ ഗ്രഹസ്വാധീനം സത്യമാണ്. അവരുടെ സ്വാധീനത്തിലേ എന്ത് ചലിക്കുള്ളൂ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ജാതകത്തിൽ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, അവരെ വെറുപ്പിക്കരുത്. ചില സൂസൈഡ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അത് ഗ്രഹനിലയിൽ അങ്ങനെ വരും ചിലത്. അത് വേറെ ഒരു, ഇപ്പൊ രാഹുവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സൂസൈഡ് ഇത് വരും. നടത്തി കൊടുത്തില്ലെങ്കിൽ ചെയ്തു കളയും ചില കുട്ടികളൊക്കെ. അപ്പൊ വളരെ ശ്രദ്ധിക്കുക. ഇതാണ് പ്രേമവിവാഹത്തിന്റെ ഒരു യോഗം. നക്ഷത്രം ഈ 6 നക്ഷത്രക്കാര്. ഇപ്പൊ മറ്റുള്ള നക്ഷത്രത്തിന് അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇവര് കുറച്ചുകൂടെ സപ്പോർട്ടീവ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശുഭമസ്തു. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം:
താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.